അപ്പം നമുക്കിന്ന് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ വരെ ഒന്ന് പോയാലോ? വളരെ ഒരു പ്രസിദ്ധമായൊരു കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അറിയപ്പെടുന്നൊരു ക്ഷേത്രം തന്നെയാണ് കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്നത്. കാട്ടിൽ മേക്കതിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താ, ഒരു അറിയാൻ വയ്യാത്തൊരു വിചാരിക്കുന്നത് എന്താ, ഒരുപാട് വനങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരു അമ്പലമാണെന്ന്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ കടത്തീരത്തിൻ്റെ സൈഡിലുള്ള ഒരു സുന്ദരമായൊരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നല്ല ശക്തിയുള്ളൊരു ദേവിയും കൂടിയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അമ്പലം, നല്ല ഭംഗിയാണ് കാണാൻ. അത് രണ്ട് രീതിയിൽ നമുക്ക് അവിടെ യാത്ര പോകാൻ പറ്റും. ഒന്ന് കടത്ത് കടന്ന് പോകാൻ പറ്റും, രണ്ട് തീരദേശത്ത് കൂടി പോകാൻ പറ്റും. കടത്ത് കടന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഇക്കരെ ഇട്ടിട്ട് ജങ്കാറിൽ കായലിൽ കടന്ന് വേണം അപ്പുറത്ത് പോകാനായിട്ട്. പിന്നെ തീരദേശത്തുകൂടി പോകുമ്പോഴും രണ്ട് രീതിയിൽ പോകുമ്പോഴും കാണാൻ നല്ല ഭംഗിയും യാത്ര നല്ല രസകരവുമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ക്ഷേത്രത്തിൽ പോകാൻ. ക്ഷേത്രത്തിൽ പോകുന്നതിന് പുറമെ യാത്രയാണ് രസം, ഒരു കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പോകുന്ന ഇടയ്ക്ക് നമുക്ക് മാതാ അമൃതാനന്ദമയുടെ അമൃതപുരിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ മാസവും പോകുന്നതാണ്. അപ്പോൾ വൃശ്ചികത്തിൽ ഈ മാസം പറഞ്ഞാൽ 12 ദിവസം അവിടെ ഉത്സവം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് പോകാഞ്ഞതാണ്. ഒടുവിൽ പോകാമെന്ന് കരുതി, അങ്ങനെ മലയാള മാസം തീരാറായി. അപ്പോൾ ഇപ്പം പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം തീരദേശത്തൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണിത് കേട്ടോ. അപ്പോൾ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായലിൽ പാലം കടന്ന് വേണം അപ്പുറത്ത് പോകാനൊക്കെ. അപ്പോൾ പാലമൊക്കെ വന്നതിന് ശേഷം ഏകദേശം ആളുകളൊക്കെ ഇതിലെയാണ് പോകുന്നത്. ആ കായൽ, ഈ കായലിൻ്റെ ഈ കായൽ തന്നെയാണ് നമ്മൾ കടന്ന് അപ്പുറത്ത് അമ്പലത്തിൽ പോകുന്നതും. ഇതിൽ അറ്റം കാണുന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് കാണുന്നതാണ് നമ്മുടെ അമൃതപുരി എന്ന് പറയുന്നത്. പക്ഷേ അമൃതപുരിയുടെ ഫ്രണ്ടിൽ കൂടിയൊക്കെയാണ് യാത്ര പോകുന്നത്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനിടയ്ക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കടൽ സൈഡിൽ തന്നെ നല്ല ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അസ്തമനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, കന്യാകുമാരി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെയൊക്കെ തന്നെ കാണാവുന്ന കാഴ്ചകളാണ്. സൂര്യാസ്തമനം എന്നൊക്കെ പറയുന്നത് നല്ല അടുത്ത് കാണാം നമുക്ക്. ശരിക്കും ഇപ്പോൾ ദൂരെ കാണുന്നുണ്ട്, അത് ശരിക്കും കടലിലോട്ട് താഴ്ന്ന ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കടലാണ്. അപ്പോൾ നിർത്തി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല വ്യൂ അല്ലേ കാണാൻ. അപ്പം ഇറങ്ങണം, പക്ഷേ സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. അവിടെ പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ പരിപാടികളും ഉത്സവങ്ങളൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പം അവിടെ നല്ല പാട്ടുകളും കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ പാട്ട് ഇതിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലെന്ന് കരുതി. പക്ഷേ കോപ്പിറൈറ്റ് കാണിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും എനിക്കത് ഡിലീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ക്ഷേത്രം, വലിയൊരു ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, വലിയൊരു സ്ഥലം കൂടിയാണ് അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ തിരുവാതിര നടക്കുമായിരുന്നു കേട്ടോ. തിരുവാതിരകളി നടക്കുമായിരുന്നു, ഉത്സവത്തോട് സംബന്ധിച്ച് നടക്കുന്ന ആണെന്ന് തോന്നുന്നു. നല്ല തിരുവാതിര കളിയായിരുന്നു, നല്ല പാട്ടായിരുന്നു. പക്ഷേ അതെനിക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം കോപ്പി റൈറ്റിങ് വരുന്നതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ അമ്പലത്തിലേക്ക് പോയത്. പിന്നെ ഞങ്ങൾ മണി കെട്ടി, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ മണി കെട്ടുന്നത്. അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന സമയം നല്ല വെട്ടമല്ലായിരുന്നോ. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇരുട്ടി, രാത്രിയായി. ഏകദേശം 5 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകാൻ നേരം ആ വഴി വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇരുട്ടിപ്പോയി. അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ, ബൈ ബൈ.